13കാരിയായ മോള് കഴിഞ്ഞ ദിവസം ഞാനും അവളുടെ അമ്മയും ഇരിക്കുമ്പോൾ പറയാണ്, അപ്പോൾ എനിക്ക് ഇൻസ്റ്റഗ്രാമിൽ അക്കൗണ്ട് തുടങ്ങണം. അമ്മയോട് അതുതന്നെ പറഞ്ഞു. ഈ കുട്ടി പറയുന്നത് അവളുടെ സ്കൂളിൽ എല്ലാവർക്കും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഉണ്ട്. 13 വയസ്സാകാൻ ഇവരൊക്കെ കാത്തു നിൽക്കുകയായിരുന്നു. ഇപ്പോൾ 8ാം ക്ലാസ്സിലേക്കായി. അന്വേഷിച്ചപ്പോൾ എല്ലാ കുട്ടികൾക്കൊക്കെ ഉണ്ട്. പിന്നെ ഇനി ഇവളുടെ മാത്രമായിട്ട് ഇൻസ്റ്റഗ്രാം തുടങ്ങണ്ട എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ അതൊരു സങ്കടം വരാം. അങ്ങനെ ഇൻസ്റ്റഗ്രാം തുടങ്ങിക്കോളാൻ പറഞ്ഞു. ഇൻസ്റ്റഗ്രാം തുടങ്ങാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു കൊടുത്തു, കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു. അധികം പോസ്റ്റിങ്ങും അങ്ങനെയൊന്നുമില്ല. അവരുടെ കൂട്ടുകാരുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ മാത്രം കണ്ടുകൊണ്ടൊക്കെ ഇരിക്കുകയാണ്. ഞാൻ ചിലത് പോസ്റ്റ് ചെയ്യുമ്പോൾ അവളെ ടാഗ് ചെയ്യും, അങ്ങനെയൊക്കെ ചെയ്യും. ഇത് പല മാതാപിതാക്കളും കേൾക്കുന്നൊരു ചോദ്യമാണ്. കുട്ടി 13 വയസ്സായി കഴിഞ്ഞപ്പോൾ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് തുടങ്ങണമെന്ന് ആവശ്യപ്പെട്ടു. നമുക്കത് തുടങ്ങണ്ട എന്ന് പറഞ്ഞാലും എത്ര നാൾ വിലക്കാൻ പറ്റും? കൂട്ടുകാരുടെ അക്കൗണ്ടിലൂടെയൊക്കെ അത് കയറാൻ പറ്റും. അങ്ങനെയൊക്കെ ഇപ്പോഴത്തെ കാലത്ത് പറ്റുന്നതാണ്. പക്ഷേ ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നമുക്ക് സൂപ്പർവൈസറി രീതിയിൽ നമുക്ക് ഇടപെടാം. അത് കുട്ടി കൂടി സമ്മതിച്ചുകൊണ്ടായിരിക്കണം, ആ അക്കൗണ്ട് ഹോൾഡർ കൂടി സമ്മതിച്ചുകൊണ്ടായിരിക്കണം. സൂപ്പർവൈസറി ഓപ്ഷനിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതൊരു രണ്ടുപേർക്കും ഓപ്ഷണലായിട്ടുള്ള കാര്യമാണ്. കൊടുത്തു കഴിഞ്ഞാൽ പാരൻ്റൽ സൂപ്പർവൈസറി കൺട്രോൾ ആ അക്കൗണ്ടിൽ നമുക്ക് കിട്ടും. ആരൊക്കെയാണ് എന്തൊക്കെയാണ് അക്കൗണ്ടിൽ ചെയ്യുന്നത്, ആ അക്കൗണ്ടിൽ സാധാരണ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇനി ഇടക്കാലത്ത് വെച്ച് അത് 13 വയസ്സിനും 17 വയസ്സിനും ഇടയ്ക്കുള്ള കുട്ടിയുടെ അക്കൗണ്ടിൽ അങ്ങനെ പറ്റുള്ളൂ. ഇടക്കാലത്ത് വെച്ച് കുട്ടി അത് ഡിലീറ്റ് ചെയ്യാൻ ശ്രമിച്ചാലും പാരൻറ്റിന് നോട്ടിഫിക്കേഷൻ വരും. ഇനി ഇതിനൊക്കെ അപ്പുറത്ത് ഈ സോഷ്യൽ മീഡിയ ഉപയോഗിക്കും, അത് ഫേസ്ബുക്ക് ആണെങ്കിലും ഇൻസ്റ്റഗ്രാം ആണെങ്കിലും വാട്സപ്പൊക്കെ ആണെങ്കിലും ഇതിൽ ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസ് ഉണ്ട്. ഇൻഫർമേഷൻ ടെക്നോളജി ഗൈഡ് ലൈൻസ് അനുസരിച്ച് ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസ് 2021 വന്നത് ഭേദഗതിയൊക്കെ വരുത്തി ഇപ്പോൾ സുപ്രീം കോടതിയിൽ കേസിലൊക്കെ നിൽക്കുന്നുണ്ട് ചിലതെല്ലാം. ആ ഗൈഡ് ലൈൻസ് പ്രകാരം ഈ സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെയുള്ള ചില ഒബ്ജക്ഷണൽ കണ്ടൻസ്, ഇപ്പോൾ ഹരാസിങ് ആയത്, ഇംപേഴ്സണേഷൻ, ആൾമാറാട്ടം നടത്തുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വരുന്ന ഒബ്ജക്ഷനബിൾ കണ്ടൻസ്, അത് കുട്ടികളെ ആണെങ്കിലും മുതിർന്നവരെ ആണെങ്കിലും അത്തരം കണ്ടൻറ്റുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യാം. അത് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിൽ തന്നെ മുകളിൽ പോയി ആ പിക്ചറിൻ്റെ മുകളിൽ പോയി കഴിഞ്ഞാൽ ബ്ലോക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ ഇതിനൊക്കെ പുറമെ മറ്റൊരു കാര്യമുള്ളത്, ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസിന് അവർക്ക് ചില ലയബിലിറ്റീസ് പറയുന്നുണ്ട്. ഈ ഇൻ്റർമീഡിയറി എന്ന് പറയുന്ന ഈ ഫേസ്ബുക്ക് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ മെറ്റ കമ്പനിക്കൊക്കെ അവർ ചെയ്യേണ്ട ചില ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായി നമുക്കൊരു പരാതി കൊടുക്കണമെന്ന് തോന്നിയാൽ എല്ലാ രാജ്യത്തും അതിൻ്റെ നോഡൽ ഓഫീസറുണ്ട്. ഈ പരാതി കൊടുക്കാനുള്ള സംവിധാനം ഇത്തരം സോഷ്യൽ മീഡിയയിൽ തന്നെ സെറ്റിങ്സിൽ പോയി ഹെൽപ്പിൽ പോയാൽ നമുക്ക് കിട്ടും. ഇനി അതല്ല നമ്മൾ ഗൂഗിളിൽ പരിശോധിച്ചാലും നോഡൽ ഓഫീസറുടെ അഡ്രസ്സും ഇമെയിൽ ഉൾപ്പെടെയുള്ള പോസ്റ്റൽ അഡ്രസ്സ് ഉൾപ്പെടെ കിട്ടും. ഇതിൻ്റെ കാര്യം അവിടെ പരാതി കൊടുത്തു കഴിഞ്ഞാൽ ഈ ഗൈഡ് ലൈൻസ് പറയുന്നത് പരാതി കൊടുത്താൽ അത് പരാതി 24 മണിക്കൂറിനകം അക്നോളജ് ചെയ്യണം, കിട്ടിയെന്ന് അറിയിക്കണം, 15 ദിവസത്തിനകം പരാതി റിസോൾവ് ചെയ്യണം എന്നുള്ളതാണ്. ഇനി മറ്റു ചില പരാതികൾ ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞതുപോലെ ഇംപേഴ്സണേഷൻ, ആൾമാറാട്ടം, സൈബർ ബുള്ളിയിങ് അല്ലെങ്കിൽ ഹരാസ്മെൻറ്റ്, സെക്ഷൽ എക്സ്പ്ലോയിറ്റേഷൻ, അങ്ങനെയൊക്കെയുള്ള ഫോട്ടോ ചെയ്യുന്ന ഇത് മോർഫിങ്, അങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ കാര്യങ്ങളെല്ലാം വരുമ്പോൾ അത് ഡിഫാമേഷൻ പോലുള്ള കാര്യങ്ങളാണെങ്കിലും സാധാരണ ഹരാസ്മെൻറ്റൊക്കെ ആണെങ്കിലും 72 മണിക്കൂറിനുള്ളിൽ അത് ബ്ലോക്ക് ചെയ്യണം, നീക്കം ചെയ്യണം എന്നൊക്കെയാണ് ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസ് പറയുന്നത്. പക്ഷേ ഇതൊക്കെ എപ്പോഴും നടക്കുന്നുണ്ടോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഏതായാലും അത്തരത്തിലൊരു ഗൈഡ് ലൈൻസ് നിലവിലുണ്ട്. അപ്പോൾ നമ്മുടെ കുട്ടികളാണെങ്കിലും ഒക്കെ സോഷ്യൽ മീഡിയ ഉപയോഗിക്കുമ്പോൾ അവരെ നമുക്ക് അതിനെ വീക്ഷിക്കുന്നതിന് വേണ്ടി പാരൻ്റൽ കൺട്രോൾ ഉപയോഗിക്കാം. ഇനി കുട്ടികളല്ലാത്തവരാണെങ്കിലും ഇത്തരം മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ, സാമൂഹ്യ മാധ്യമങ്ങൾ ഉപയോഗിക്കുമ്പോൾ അവർക്കെതിരെ ഇതുപോലുള്ള കുറ്റകൃത്യങ്ങൾ നടന്നാൽ, അതിന് ഇരയായാൽ ഈ ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസ്, ഇൻഫർമേഷൻ ടെക്നോളജി ഇൻ്റർമീഡിയറി ഗൈഡ് ലൈൻസ്, അത് മീഡിയയായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമുക്ക് ഉപയോഗിക്കാം. ആ ഗൈഡ് ലൈൻസിലൂടെ പരാതി കൊടുത്താൽ 72 മണിക്കൂറിനകം ഹൈലി ഒബ്ജക്ഷനബിൾ ആയിട്ടുള്ള കണ്ടൻറ്റൊക്കെ ആണെങ്കിൽ അത് നീക്കം ചെയ്യണം, ബ്ലോക്ക് ചെയ്യണം എന്നൊക്കെയാണ് ഈ ഗൈഡ് ലൈൻസ് പറയുന്നത്.